ഹായ് എല്ലാവർക്കും നമസ്കാരം കേട്ടാ. എൻ്റെ കയ്യിൽ കുറച്ച് സംഭവങ്ങളുണ്ടാ. തെങ്ങിൻ്റെ ഒരു കൊതുമ്പ്, അതുപോലെ തന്നെ ഒരു കൊനിഞ്ചിലടങ്ങുന്ന ഈ ഒരു സെറ്റ്, അതുപോലെ തന്നെ കുറച്ച് കോഞ്ഞാട്ടം എടുത്തിട്ടുണ്ട്, പിന്നെ ഒരു മഹാഗണിയുടെ കായ എടുത്തിട്ടുണ്ട് കേട്ടാ. സാധാരണ നമ്മൾ ഇതൊക്കെ എന്താ ചെയ്യാറ്, കത്തിച്ചല്ലേ കളയാറ്. പക്ഷെ ഇതിൻ്റെ അകത്ത് അടിപൊളി ഒരു ആർട്ട് വർക്ക് ഒളിഞ്ഞിരിക്കുന്നുണ്ട് കേട്ടാ. അപ്പോൾ ആർട്ട് വർക്ക് പഠിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഇതൊന്ന് ശ്രദ്ധിക്കണം കേട്ടാ. നമുക്ക് നേരെ വർക്ക് ചെയ്യാം കേട്ടാ. അതിന് നമ്മൾ ചെയ്യേണ്ടത് ഇതൊക്കെ നമുക്ക് വേണ്ട സാധനങ്ങളാണ് കേട്ടാ. അപ്പോൾ അതനുസരിച്ചിട്ട് നമ്മൾ എടുക്കണം. ഓക്കെ 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 കൊഞ്ചിലുണ്ട. അപ്പോൾ ഈ ഒരു കൊഞ്ചിൽ നമുക്ക് ഇത് ഈ നമ്മുടെ ഈ വർക്കിന് അത്ര സൂട്ടബിൾ അല്ല. അപ്പോൾ ഇത് ഒന്ന് മാറ്റിയിട്ട് ഇതിന് പകരം വേറൊരു കൊഞ്ചിലെടുക്കും. പിന്നെ നമുക്ക് ഈ ഒരു കൊതുമ്പ് വേണം, ഈ ഒരു സംഭവം വേണം, ഇതൊക്കെ നമുക്ക് വേണം കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് കൊഞ്ചിൽ കുറച്ച് വണ്ണുള്ളത് എടുക്കാം. ഓക്കെ, അത് എടുത്തിട്ട് വരട്ടെ കേട്ടോ. കൊനിഞ്ചിലി അത് ഇതേപോലത്തെ എടുത്തിട്ടുണ്ട് കേട്ടോ. കുറച്ച് ഈ ഭാഗം കണ്ടത് ഈ ഒരു സംഭവം വണ്ണുള്ള ടൈപ്പാണ് എടുത്തേക്കണേ. ഓക്കെ, അതായത് നമ്മൾ ഇങ്ങനെ പിടിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതേപോലത്തെ ഒരു ഫിഗർ കിട്ടുന്നുണ്ട്. പക്ഷേ അതൊന്ന് പതുക്കെ ബെൻഡായിട്ടുള്ള ഒരു കൊഞ്ചിലാണേ. അപ്പോൾ ഈ കൊഞ്ചിലിൻ്റെ ഈ ഒരു ഭാഗം, ഇത്രയും ഭാഗം വെച്ചുകൊണ്ട് നമ്മൾ ഒന്ന് കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട്. വളരെ സിമ്പിൾ സംഭവം കേട്ടോ. ഓക്കെ, നമ്മൾ ഇതിൻ്റെ ഈ മോൾ ഭാഗം ഒന്ന് ഇങ്ങനെ ടേപ്പ് ചെയ്തോളേ, ചെരിച്ചെത്തണ്ടേ. ഇത് നമ്മുടെ ഈ മഹാഗണിയുടെ കായ കണ്ടില്ലേ. നമ്മൾ ഇത് വെച്ചുകൊണ്ടൊരു വർക്ക് നേരത്തെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ കായ ഇതിനൊട്ടും വെയിറ്റ് ഇല്ല കേട്ടോ, വളരെ വെയിറ്റ്ലെസ് ആണ്. ഇത് വെച്ചുകൊണ്ട് നമ്മൾ ഇതിനെ ഇതേപോലെ തന്നെ ഓക്കെ ഇങ്ങനെ ആക്കിയിരുന്നു കേട്ടോ. കണ്ടില്ലേ? ഓക്കെ അല്ലേ? നമ്മുടെ കൊഞ്ചിലുമ്മിൽ നമുക്ക് ഇവനെ ഇതേപോലെ ഒട്ടിച്ചു കൊടുക്കാം. മഹാഗണിക്കായ ഇതേപോലെ കട്ട് ചെയ്തിട്ട് നമ്മുടെ കൊഞ്ചിൻ്റെ അഗ്രഭാഗത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. കണ്ടില്ലേ? ഇപ്പം അമ്മ ഇവിടെ ഇങ്ങനെ ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ ബെൻഡ് ചെയ്യുക കണ്ട. ഇനിയാണ് നമ്മുടെ ഈ കൊതുമ്പിൻ്റെ ആവശ്യം വരുന്നത്. കൊതുമ്പിൻ്റെ ഈ ഒരു ഭാഗം മതിയിട്ട് നമുക്ക് ഈ ഒരു അഗ്രഭാഗം കണ്ട, ഈ ഒരു മോനെ കൂർത്തിക്കണ ഭാഗം, ഇതാണ് നമുക്ക് വേണ്ടത്. ഓക്കെ, അപ്പം അവനൊന്ന് കട്ട് ചെയ്യണ്ടേ. ഇത് കട്ട് ചെയ്യുമ്പോഴേ സാധാരണ കൊതുമ്പ് ഈ ഉണങ്ങിയതിൻ്റെ പേര് ദ്രവിച്ചു പോകും. അത് കുഴപ്പമില്ല. അപ്പം നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് മൊത്തം പ്ലസ് കിക്ക് എന്ന് മൊത്തം ലാമിനേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ല ഹാർഡായിട്ട് അവിടെ നിന്നോളൂ, പിന്നെ കംപ്ലൈൻറ്റ് വരില്ല കേട്ടോ. അപ്പോൾ ഈ ഒരു ഭാഗം നമ്മൾ എടുത്തിട്ടുണ്ട്. നമ്മുടെ ഇതിൻ്റെ ഹെഡ് കണ്ടില്ലേ, ഒരു ഹെഡാണ്. അതിലേക്ക് നമുക്ക് ഇവനെ അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ പൊളിക്കണ്ട കേട്ടോ, നോക്കിക്കോട്ടെ. ഇങ്ങനെ പൊളിച്ച് നമ്മൾ ചെയ്യാൻ പോകണം, ശ്രദ്ധിക്കണേ. ചെയ്യാൻ പോകണം, നോക്കിക്കോട്ടെ കേട്ടോ. കയറ്റി വെച്ച് കൊടുത്തു കണ്ടോ. കണ്ടില്ലേ? നമ്മുടെ കൊതുമ്പിൻ്റെ ആ ഒരു മൊന വരുന്ന ഭാഗം മാത്രം കട്ട് ചെയ്തെടുത്ത് എന്നിട്ട് നമ്മൾ എന്താ ചെയ്തത്, മഹാഗണിയുടെ കായയുടെ ആ ഒരു ചെറിയ കൂർമ്പിച്ച ഭാഗത്തേക്ക് ഇതേപോലെ കയറ്റി വെച്ച് കൊടുത്ത് നമ്മൾ കണ്ട. ഇനി നമ്മൾ ഇതിലേക്ക് പ്ലാസ്റ്റിക് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല രീതിയിൽ പേസ്റ്റ് ആയിക്കോളും. എന്നിട്ട് നമ്മൾ ഈ ഒരു ഭാഗത്ത് മൊത്തം ലാമിനേറ്റ് ചെയ്യണം കേട്ടോ. പ്ലാസ്റ്റിക് മൊത്തം ഇങ്ങനെ ലാമിനേറ്റ് ചെയ്യണേ, അപ്പോൾ അത് ഹാർഡ് ആവുള്ളൂ, അല്ലെങ്കിൽ അത് കംപ്ലൈൻ്റ് ആയിട്ട് കുറച്ച് ദിവസം കഴിയുമ്പോൾ ദ്രവിച്ചു. ഇനി നമുക്ക് വേണ്ടത് ആയ സംഭവത്തിൻ്റെ തന്നെ ഒരു ഇതേപോലത്തെ സാധനം കേട്ടോ, പേരൊന്നും അറിയില്ലേ. അപ്പോൾ അതിൻ്റെ ഈ ഒരു ഭാഗം എടുക്കണം നമുക്ക്. ഈ ഒരു അഗ്രഭാഗം മാത്രം എടുക്കും, എടുത്തിട്ട് നമുക്ക് ഇതിൻ്റെ അടിഭാഗത്ത് വെച്ച് കൊടുക്കാം. അപ്പോൾ അതിൻ്റെ ഷേപ്പ് മാറണം നോക്കോട്ടെ. ഓക്കെ, നമുക്ക് അതൊന്ന് എടുത്തിട്ട് കട്ട് ചെയ്യാട്ടെ. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ അടിഭാഗത്ത് ഇതേപോലെ ഒട്ടിച്ചിട്ടുണ്ട് കേട്ടോ. കണ്ടില്ലേ? ഇങ്ങനെ ആക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് നൂല് ചുറ്റി കൊടുക്കാം. ഇതിങ്ങനെ പിടിച്ചിട്ട് നൂല് ചുറ്റി കൊടുക്കുക കേട്ടോ. അയ്യോ, ബ്ലാക്ക് നൂല് എടുത്തിട്ടുണ്ടേ. നൂല് ചുറ്റി കഴിഞ്ഞപ്പോൾ ഇതേപോലെ ആയിട്ട് കണ്ട, ഇതേപോലെ ഷേപ്പായിട്ട് ഉണ്ടാക്കി ഷേപ്പാക്കിയിട്ടുണ്ട്. അമ്മ ഇങ്ങനെ ആക്കിയിട്ടുണ്ടേ. പിന്നെ ഞാനൊരു വേറൊരു മഹാഗണിയുടെ കായ കൂടി എടുത്തിട്ടുണ്ടായിരുന്നു. അതിനകത്ത് ഇതേപോലെ കട്ട് ചെയ്തിട്ടാണ്, പകുതി കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. ഇതേപോലെ ഷേപ്പ് തന്നെ എടുത്തിട്ടുണ്ട്. അത് നമ്മൾ നേരെ ഈ ഒരു ഭാഗത്ത് പേസ്റ്റ് ചെയ്ത് കൊടുക്കാൻ പോകും കേട്ടോ. അതായത് ഇവിടെ ഇതിങ്ങനെ പേസ്റ്റ് ചെയ്ത് കൊടുക്കാൻ പോകും കേട്ടോ, ഈ ഭാഗത്ത് കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്കൊന്ന് പേസ്റ്റ് ചെയ്യട്ടെ. കോഞ്ഞാട്ടം ഇതേപോലെ ചിറ്റിയിട്ട് ഇതേപോലെ ആക്കിയിട്ടുണ്ട്. ഇതേപോലത്തെ ഏകദേശം ഇതേപോലത്തെ ഷേപ്പ് ആക്കിയിട്ടുണ്ട് കണ്ട. ഇതാകുമ്പോൾ നൂലൊക്കെ ചുറ്റി നല്ല ടൈറ്റാക്കി വെച്ചൊക്കെയാണ് പ്ലാസ്റ്റിക് വെച്ചിട്ട്. അതുപോലെ തന്നെ 2
കൊതുമ്പിൻ്റെ കഷ്ണം ഇതേപോലെ ഫിഗറിൽ ഒരേപോലെ തന്നെ കേട്ടോ, സെയിം ആയിട്ട് തന്നെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മൾ ഒരു പീസ് നമ്മൾ ഇതിൻ്റെ മുകളിൽ ഒട്ടിക്കാൻ പോകും. ഇതേപോലെ ഒട്ടിക്കും ഒരു പീസ് കേട്ടോ, ഒരു പീസ്. ഇനി നമ്മൾ ഈ ഒരു പീസ്, ഇതാണ് നമ്മുടെ വാല് പീസ്. ഓക്കെ, അപ്പോൾ വാല് പീസിൽ നമ്മൾ ഇതേപോലെ അങ്ങോട്ട് കയറ്റി വെക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇതേപോലെ ആക്കിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിന് 2 ലെഗ് കൊടുക്കണം. അപ്പോൾ 2 ലെഗ് കൊടുക്കാൻ വേണ്ടി മഹാഗണിയുടെ തന്നെ 2 ചെറിയ കായയുടെ ഒരു സംഭവം എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാൻ ഇതേപോലെ ആക്കിയിട്ടുണ്ട്. ഓക്കെ, ഇതേപോലെ എടുത്തിട്ടുണ്ട് കേട്ടോ. കണ്ട 2 മഹാഗണിയുടെ കായ എടുത്ത് അതിന് മഹാഗണിയുടെ കായക്ക് ഇതേപോലെ ഒരു വളവുണ്ട്. കണ്ട ഇതേപോലത്തെ വളവുണ്ട് കേട്ടോ. അപ്പം അതേപോലെ ഒന്ന് ചെത്തിയിട്ട് ഇതേപോലെ വെച്ചേക്കണേ. കണ്ട ഇതേപോലെ ആക്കിട്ടോ. ഓക്കെ, അപ്പോൾ നമ്മുടെ ഒരു ലെഗ് ഒട്ടിച്ചിട്ട് ഒരു കാലം ഒട്ടിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ അടുത്ത കാലം ഒട്ടിക്കണം. പക്ഷെ അത് ഒട്ടിക്കാണ്ട് മുമ്പ് നമുക്ക് ഈ ഒരു ഇതിനെ നമുക്കൊരു മരത്തിൻ്റെ തടിമ വെച്ചിട്ട് ഒട്ടിക്കാം. അപ്പോൾ നമുക്ക് നേരെ അത് ഒട്ടിക്കാം. ഓക്കെ, വാ. കണ്ട ഈ സംഭവം കണ്ട ഇതിനൊട്ടിക്കാം. അത് നമ്മുടെ ഈ ഒരു തടിമലാണ് ഈ ഒരു സംഭവത്തിന് വെക്കാൻ വേണ്ടി പോകുന്നത്. അതെയാണ് അടിപൊളി സംഭവം ഉണ്ടത്. കൊതുമ്പിൻ്റെ തന്നെ ഇതേപോലെ കട്ട് ചെയ്തിട്ടുണ്ട്. അത് നമ്മൾ ഇവിടെ വെച്ച് കൊടുക്കണം കേട്ടോ. അങ്ങനെ നമ്മുടെ കൊതുമ്പ് കൊഞ്ചിലൊക്കെ ഇത് ഇതേപോലെ ആക്കിയിട്ടുണ്ട് കേട്ടോ. കടപ്പുറത്ത് നിന്ന് ഇട്ടിട്ടുള്ളതാണ് ഈ ഒരു തടി. അപ്പോൾ അതുപോലെ നമ്മൾ ഇവ സെറ്റ് ചെയ്താൽ കാണുന്നത് പെയിൻറ്റ് ചെയ്യുന്നില്ല കേട്ടോ. പെയിൻറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ എനിക്ക് പെയിൻറ്റ് ചെയ്യുന്നതിനോട് വലിയ താല്പര്യമില്ല. അപ്പോൾ അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒരു റിയൽ ആയിട്ടുള്ള ടച്ച് പോവും പെയിൻറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ. മെറ്റീരിയലിൻ്റെ ടച്ച് പോകാണ്ടിരിക്കുന്നതിനാണ് പെയിൻറ്റ് ചെയ്യണമെന്ന് പറഞ്ഞാൽ. ഇനി പെയിൻറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ നമുക്ക് എന്തായാലും ഫുള്ള് ഫിഗറൊക്കെ ഒന്ന് കാണാം. അപ്പോൾ ഈ ഒരു വീഡിയോ കൊണ്ട് ഇഷ്ടപ്പെടണമെങ്കിൽ കമൻറ്റ് ചെയ്യണം. പിന്നെ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ കേട്ടോ. ഓക്കെ.